അപ്പോൾ നമ്മൾ ഈ ഒരു നാളികേരം വെച്ച് ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് അറിയുമോ? ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ക്രിക്കറ്റ് ബാറ്റോ അതല്ലെങ്കിൽ ഒരു വയലിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ബാഗ് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് നമ്മുടെ ഒരു എയർ ഗണ്ണാണ്. അടിപൊളി ഒരു എയർ ഗൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി മേടിച്ചിട്ട് എൻ്റെ ഇരിക്കുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചപ്പോൾ ഏത് തന്നെയാണ് ഞങ്ങൾക്ക് മേടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മേടിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പ്രസിഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അത് NX200 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ ഒരു റേഞ്ച് സാധനമാണ് ഈ ഒരു നമ്മുടെ ഈ എയർ ഗൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യൻ മെയ്ഡാണ്. അതുപോലെ തന്നെ ഇത് നൈട്രോഫിക്സിലാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. നമ്മൾ സ്പ്രിങ്ങിന് പകരം നൈട്രോഫിക്സിലാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അടിപൊളി സാധനം കേട്ടോ. ഇപ്പം ഇതൊരു ഫൈബറാണ്, ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഫൈബറാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടാവുന്നതിൽ നമുക്കൊരു മിനിമം റേഞ്ചിൽ ഒരു 13,000 റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പ്രസിഹോളിൻ്റെ NX200 അത്തീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല്. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പം നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അല്ലാതെ അടക്കം ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് നമുക്ക് പുറത്തേക്ക് ഇട്ട് പോകാൻ പറ്റും. അതുപോലെ ഇവിടെ പെല്ലറ്റൊക്കെ വെക്കാനുള്ള സിബുണ്ട്, ഇവിടെ ഒരു സിബുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗും അല്ല, പിന്നെ നമ്മുടെ ഈ ഒരു 500 പെല്ലറ്റ് അടക്കം നമ്മൾ പിന്നെ ഒരു ചെറിയൊരു 30-50 പെല്ലറ്റിന്റെ ചെറിയൊരു ഇത് കിട്ടിയായിരുന്നു. ഇതല്ലാതെ അടക്കം നമ്മൾ വാങ്ങിച്ചത് 14,000-നാണ് വിത്ത് നമുക്കൊരു സർവീസ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. തൃശ്ശൂരുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമന്റിൽ ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇവന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെല്ലറ്റ് കേട്ടോ. ഇത് റൗണ്ട് ഹെഡ് ആണ്, നല്ല ക്വാളിറ്റി പെല്ലറ്റ് ആണ്. 500 പെല്ലറ്റ് ഇതിലുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇത് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം നമുക്ക് അവർ കോംപ്ലിമെന്റ് പോലെയായിട്ട് നമുക്ക് തന്നായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസിഹോളിൻ്റെ തന്നെയാണ് ഈ ഒരു പെല്ലറ്റ് കണ്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. 0.177 ആണ്. ഇതിന് ലൈസൻസിന് ആവശ്യമില്ല. നമ്മുടെ അഡ്രസ് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബില്ലടിച്ച് തരും. അത് നോട്ട് റിക്വയർഡ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൽ ഒരു 500 റൗണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു വാഷർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇത് ഈർപ്പമുള്ള സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ വെക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നമ്മളിതിൽ ഓയിൽ കൊടുക്കണം. ഇതിൽ ഓയിൽ കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പെല്ലറ്റ് പോക്കറ്റിലിടാം. അപ്പോൾ നമ്മൾ ഈ ഒരു നാളികേരം വെച്ച് ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പോൾ അറിയണവർക്ക് അല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ തട്ട് കൊടുക്കുക. ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ താഴ്ത്തുക. പിന്നെ നമ്മുടെ പെല്ലറ്റ് എടുക്കുക. നമ്മുടെ ഈ റൗണ്ട് ഹെഡ് പെല്ലറ്റ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അല്ല, ഇതിലേക്ക് ഇങ്ങനെ വെച്ച് ജസ്റ്റ് അമർത്തുക. പിന്നെ നമ്മൾ ഈ കാലിൻ്റെ ഇടയിലുണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. പതുക്കെ ജസ്റ്റ് തട്ടി കൊടുക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് അടിച്ച് നോക്കാം. ഇപ്പം നമ്മുടെ ഇതിലൊരു സേഫ്റ്റി ആ കാര്യം വേണ്ടി പറയാൻ മറന്നു. ഇതിനൊരു സേഫ്റ്റി ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഉണ്ട്, ഇവിടെ ലോക്ക് ഉണ്ട്. ഇത് മുന്നിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫയർ ആവും. അല്ലെങ്കിൽ തട്ടിയിട്ടില്ലെങ്കിൽ ഞെക്കിക്കഴിഞ്ഞാൽ പൊട്ടൂല. ഓക്കെ, അപ്പോൾ നമുക്ക് അടിച്ചു നോക്കാം. സൂം ചെയ്താ ഓക്കെ. നാളികേര അവസ്ഥ വായോ കണ്ടോ. ഇതിൽ കൂടെ ഇത് തുളഞ്ഞ് പോയത് ഇപ്പുറത്തേക്ക് കൂടെ ഇവിടെ വരെ പൊട്ടിപ്പോയി കണ്ടോ. അപ്പോൾ ഇതിൽ കൂടെ കയറിയിട്ട് ഇതിൽ കൂടെ പോയി. അപ്പോൾ അതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ചിരട്ടയുടെ അടിച്ച് പൊട്ടിക്കണമെങ്കിൽ മനുഷ്യൻ്റെ മേത്ത് തട്ടി എന്തായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആൾക്കാരുടെ നേരെയൊന്നും ഒരിക്കലും ഇത് എയിം ചെയ്യരുത്. തമാശയ്ക്ക് പോലും അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു പ്രൈവറ്റ് പ്ലേസിൽ മാത്രം ഇങ്ങനെ സംഭവം യൂസ് ചെയ്യുക, സേഫായിട്ട് യൂസ് ചെയ്യാം. ഒരു കാര്യം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എയിം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട് വിചാരിക്കും. നമ്മളത്
അതിന്മേൽ കൊണ്ടിട്ടില്ലെങ്കിൽ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും പിന്നിലെന്തെങ്കിലും മൃഗങ്ങളോ വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അടിക്കരുത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു സ്പോർട്സ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു പരീക്ഷണം കൂടി നടത്താം. കാണുമ്പോൾ രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇതിൽ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ വൈൻ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കളർ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോപ്രോ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് അവിടെ നിന്ന് അടിച്ച് നോക്കാം, അത് തെറിക്കണ കാണാം. കറക്റ്റ് കലക്കിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഉന്നം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉന്നം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഫസ്റ്റത്തെ തന്നെ കൊണ്ടുവിട്ടാം. അതിൻ്റെ പൊടി പോലും ഇല്ല സാധനത്തിൻ്റെ കണ്ടുപിടിക്കാനായിട്ട്. തകിട് പൊടി ഭസ്മായി. എടുക്കുന്നു ഒരു കഷ്ണം, എടുക്കുന്നു മറ്റേ കഷ്ണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയണത്. അപ്പോൾ ഹെവിയാണ് നമ്മുടെ ഈ ഒരു ഗണ്ണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രസിഹോളിൻ്റെ NX200 അദീന എന്ന് പറഞ്ഞൊരു മോഡലാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ഓയിലായിട്ട് കൊടുക്കുക. കാരണം ഇത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൽ ഓയിൽ ചെറുതായിട്ട് കൊടുക്കുക. അത് അവരോട് ചോദിച്ചാൽ അവർ വാങ്ങുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഗോപ്രോയിൽ ഇതിൻ്റെ സ്ലോ മോഷൻ കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ വൈൻ ഗ്ലാസ്സിനെ അടിച്ച് ചെതറിക്കണ രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഒരു പൊടി പോലും ഇല്ല, ഫുള്ള് തെറിച്ച് പോയിട്ടാണ്. കിടിലനായി, അടിപൊളി, നല്ല ചൂടായിട്ടാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അതടിച്ചു. പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വേറെ ചെയ്ത് നോക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കശുമാങ്ങ നിൽക്കുന്നുണ്ട്, അവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം അതിൻ്റെ മുകളിൽ ഒരു പച്ച നിൽക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അത് പിന്നെ നോക്കാം. ആദ്യം ഇപ്പോൾ ഈ ഒരു ചുവപ്പ് കളറുള്ളതിനെ ട്രൈ ചെയ്യാം അല്ലേ? അത് കൊള്ളുമെന്ന് അറിയാം, നോക്കാം. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ഉന്നം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം. നീ അതുമിക്ക് സൂം ചെയ്തോ കശുമാങ്ങയ്ക്ക്. ആയാ സംഭവം കൊണ്ടു, അത് പൊളിഞ്ഞു. നോക്കിയേ, അടിയിൽ നിന്ന് കാണിച്ചു നോക്കിയ എൻ്റെ അവസ്ഥ. ഇങ്ങോട്ട് വായോ. അപ്പോൾ കശുമാങ്ങ വീണില്ല, പക്ഷേ അത് പഴയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തുളഞ്ഞു പോയി. ഉണ്ടോ? ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടാ. ഇതേ ബബിൾ ടീ കുടിച്ചതിൻ്റെ ഒരു കപ്പ് കൂടി കിടക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഗോപ്രോ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതടിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ പവർ മനസ്സിലായില്ലേ? തകിട് പൊടിയതും. അപ്പോൾ നമ്മുടെ ഗണ്ണ് പ്രാവശ്യം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് വയ്ക്കരുത്, അപ്പോൾ തന്നെ പൊട്ടിച്ച് കളയണം. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പണിയാവും. അതുപോലെ തന്നെ പെല്ലറ്റ് ഇടാണ്ട് ഒരിക്കലും നമ്മുടെ ഗണ്ണ് അടിക്കരുത്. അത് അടിച്ചാൽ തന്നെ അത് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ചെറിയൊരു കുറച്ചും കൂടിയും ചെറുതായിട്ടുള്ള ഒരു സംഭവം വയ്ക്കുക. ഈ ഒരു കുപ്പിയുടെ ഒരു മൂടി, ഈ ഒരു മൂടിയുമേ നമുക്ക് കൊള്ളുമെന്ന് നോക്കി നോക്കാം. ഓ, പക്ഷെ അത് എവിടെയാണ് കൊണ്ടുവന്നുള്ളത് നോക്കാം. കുപ്പിയമ്മലാണോ അതോ മൂടിയമ്മലാണോ എന്നുള്ളത്. അതെ, ഇതിൽ എഡിറ്റിങ് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെ, കറക്റ്റ് ഇതേ മൂടിയം അടിച്ചിട്ടുണ്ട്. ഇതേ മൂടി ഓട്ടയുണ്ട്. ഇതിമ്മലും കൊണ്ടിട്ടില്ല. ഓക്കെ, ഇതിമ്മലും ഓട്ടയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉന്ന എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളത് വല്ലപ്പോഴും ചെയ്യണമായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ ഞാൻ മുന്നത്തെ ഗണ്ണുള്ള സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കണമായിരുന്നു. അതേപോലെ നമ്മൾ ചെറിയ പഴത്തുമ്മ വരെ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് അടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും പൊളി സാധനമാണ്, അടിപൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പോർട്സ് പർപ്പസിന് എൻ്റർടൈൻമെൻറ്റിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പ്രത്യേകം പറയണു, ഒരിക്കലും ഇത് ആൾക്കാരുടെ നേരെ അതുപോലെ പബ്ലിക് പ്ലേസിലൊന്നും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഞാൻ വാങ്ങിച്ച സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഇപ്പോൾ അടുത്ത വീഡിയോയിലാണ്. അതായിരിക്കും. ബൈ ബൈ.